അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ 3 ഓപ്ഷനാണ്. ഒരു ക്യൂബ സ്റ്റൈൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു മാർക്സിസ്റ്റ് ഇക്കോണമി, അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അങ്ങനെയാണ് ഈ സർക്കാർ മുമ്പോട്ട് കൊണ്ടുപോയത്. രണ്ടാമത്തെ ഓപ്ഷൻ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ നശിപ്പിക്കുന്ന ഒരു രീതി. അത് നമ്മൾ 10 കൊല്ലം UPA സർക്കാരിൽ കണ്ടതാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഫൈനാൻഷ്യൽ സെക്ടർ തകർന്നു കിടക്കുന്ന സ്ഥിതി, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ബാങ്ക്രപ്സി. ഇന്നും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറയുന്നു ഞങ്ങൾക്ക് ഡെവലപ്മെന്റിന് കാശില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, 12 കൊല്ലം മുമ്പേ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവന്ന നരേന്ദ്രമോദിജിന്റെ രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, അതിന്റെ ഒരു കേരള വെർഷൻ, വികസിത കേരളം, അതൊരു മൂന്നാമത്തെ ഓപ്ഷൻ. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാടിന്റെ ദിശയും ദശയും തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. അപ്പോൾ ആ ഭാവി, ആ വികസനം CPMന്റെ മാർക്സിസ്റ്റ് പോളിസീസ് ആണോ, കോൺഗ്രസ് ആണോ, കോൺഗ്രസിന്റെ സാധ്യത എന്താണ്, നമ്മുടെ ഭാവിനെ കുറിച്ച് അവര് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അവർക്ക്? BJP NDA ആണ്. BJP NDA